തൃശ്ശൂർ 1986 മുതലുള്ള ഫിലോസഫി പരിശീലനം ഫിലോസഫി കാലഘട്ടമായിരുന്നു. അവിടെ വലിയ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന അധ്യാപകരായ വൈദികരായ ഫിലോസഫേഴ്സ്. ഒരു പേര് കേട്ട ജോൺസൺ അച്ഛൻ, ജോസഫ് മാത്യു ഔറേലിയൻ, ശക്തമായ ഭാരതീയ ഫിലോസഫി, ഗീതയിലെ ഫിലോസോഫിക്കൽ തത്വങ്ങൾ, വെസ്റ്റേൺ ഫിലോസഫി, ഇതെല്ലാം ശരിക്കും പഠിപ്പിച്ചു, വായനയുടെ ലോകത്തിലേക്ക് തുറന്നിട്ടു. അപ്പോൾ അവിടെ ആ ഒരു പരിശീലന കാലഘട്ടം ഒരുപാട് ആത്മീയ ഉണർവുകൾക്കും താത്വിക ബൗദ്ധിക വികസനത്തിനുമെല്ലാം കാരണമായി തീർന്ന കാലഘട്ടമായിരുന്നു 3 വർഷക്കാലം. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഫിലോസഫിയുടെ ഡിഗ്രി എഴുതാനുള്ള BA ഫിലോസഫി പഠിച്ചെഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാം സെൻറ്റർ കേരളവർമ്മ കോളേജായിരുന്നു. അന്ന് അവിടെ ഒരു നല്ലൊരു ടീച്ചറുണ്ടായിരുന്നു, ഒരു പത്മജ ടീച്ചർ. ഞങ്ങൾക്ക് നോട്ട് കളക്ട് ചെയ്ത് തരികയും പരീക്ഷയുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരികയൊരു ടീച്ചർ ഇന്നും ആദരവോടെ ഓർക്കുന്നു. പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തേഞ്ഞിപ്പലം പരീക്ഷാപരമായ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി സെക്കൻഡ് ഇയർ എഴുതുമ്പോൾ ഉത്തരക്കടലാസ് പേപ്പറൊന്നുമില്ല. കാരണം അന്ന് അധ്യാപകരുടെ ഒരു വലിയ സമരമായിരുന്നു. ഞാൻ തന്നെ അവിടെ ചെന്നിട്ട് ജോലിക്കാരുടെ കൂടെ ഇരുന്ന് വേസ്റ്റ് പാത്രത്തിലേക്ക് തള്ളിയിട്ടതുപോലുള്ള പേപ്പറുകൾ കണ്ടുപിടിച്ച് റിസൾട്ട് ശരിയാക്കിയതിൻ്റെ ഓർമ്മ ഇന്നും മനസ്സിലുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേകത സംഭവിച്ചു പോയ ഒരു പ്രശ്നമായിരുന്നു ഇതെല്ലാം. അപ്പോൾ അവിടെ പഠിച്ച് അവിടെ പരീക്ഷ എഴുതുന്നു. കേരളവർമ്മ കോളേജിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഫിലോസഫിയിൽ യൂണിവേഴ്സിറ്റിയിൽ 3rd റാങ്കോടെ ഞാൻ വിജയിക്കുന്നു. അത് പഠനത്തിൻ്റെ ലോകത്തിലെ ഒരു വലിയ തിളക്കമായിട്ട് നിന്നു. ആ ഒരു വിജയവും ആ ഒരു പഠനവും 3rd റാങ്ക് എടുത്തു വരുന്ന ഒരു പ്രത്യേക അവസ്ഥ. അപ്പം അത് ഒരുപാട് എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു കാലഘട്ടം, ഒരു ജീവിത അനുഭവമായിരുന്നു അത്. തൃശ്ശൂർ പൂരം ഒത്തിരി സ്വാധീനിച്ചു. 3 പൂരങ്ങൾ പൂർണ്ണമായി കൂടിയിട്ടുണ്ട്. വൈകുന്നേരം പോകാം, രാത്രി മുഴുവൻ പങ്കെടുത്ത് വെളുപ്പിനെ വന്നാൽ മതി, അനുവാദം. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം സർവ്വമതങ്ങളും കൈകോർത്ത് പിടിക്കുന്ന ഒന്ന്. തേക്കുംകാട് മൈതാനി, അതിന് ചുറ്റുമുള്ള റോഡ്, മനോഹരമായ നാടകങ്ങൾ, എന്തെല്ലാം. ഇപ്പം പൂരത്തിൻ്റെ ആഘോഷം. അതോടൊപ്പം തന്നെ അവിടെ മറ്റു ചില സമയത്ത് നാടകവാരമുണ്ട്, കലാസന്ധ്യകളുണ്ട്. ഒരുപാട് സാംസ്കാരികമായി വളരുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അപ്പം ഒത്തിരി കലാപരമായ രീതികളിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പം അങ്ങനെ അവിടെ കലകൾ ആസ്വദിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ മാനസിക രോഗികളുടെ കേന്ദ്രമുണ്ട്. ഇടയ്ക്ക് അവരെ സന്ദർശിക്കാൻ പോവും, അനുവാദം മേടിച്ച്. വിയ്യൂർ ജയിലിൽ പോയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ നടത്തുന്ന കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ടവർക്കുള്ള ഒരു കോളനിയുണ്ട്. ആ കോളനിയിൽ പോകും. ഇപ്പം മതപരവും സാമൂഹ്യമായ ഒരുപാട് കാര്യങ്ങളിൽ പരസ്പരം കോർത്തിണങ്ങി ലയിച്ചു കിടന്ന ഒരന്തരീക്ഷമായിരുന്നു തൃശ്ശൂർ കാൽവരി ഫിലോസഫി കോളേജിലെ പഠനം. ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം. ഇപ്പം 3 വർഷക്കാലത്തെ ഒരു പഠനം. അവിടെ ഫിലോസഫി പൂർത്തിയാകുന്നു. ഫിലോസഫി പൂർത്തിയായി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു പൊതു കറക്കത്തിൻ്റെ കാലമാണ് റീജൻസി കാലം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയുള്ള ഒരു കാലമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ കഴിവെന്താണോ ആ ടേസ്റ്റ് എടുക്കാം. ചിലർ കൂലിപ്പണിക്ക് പോവും. എല്ലാവരുടെയും മിക്കവരുടെയും ജോലി പണിക്ക് പോവാണ്. മേസ്തിരിമാരെ സഹായിക്കും, മുളക് പറിക്കാൻ പോവും, കണ്ടം കളിക്കാൻ പോവും, റോഡ് വെട്ടാൻ പോവും. അങ്ങനെ ഓരോരോ പണി ഞങ്ങൾ തന്നെ ചെയ്യണം. പൈസയൊന്നും ആശ്രമത്തിൽ തരികയില്ല. പണിത് പണിക്കൂലി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുക. അപ്പം അങ്ങനെ പോകുന്ന യാത്ര 2 പേര് വെച്ച് പോവും. അതിൽ നിന്ന് ഓരോ ഒറ്റ തിരിഞ്ഞ് പോവും. ഇതൊരു വളരെ രസകരമായ കാലമായിരുന്നു, രസകരമായ ഒരു റീജൻസി കാലഘട്ടം. ഞാൻ ആ കാലഘട്ടത്തിൽ കുറച്ച് നാൾ മലപ്പുറം ജില്ലയിലെ
നിലമ്പൂരടുത്തുള്ള ഞങ്ങളുടെ ഒരാശ്രമമുണ്ട്. അപ്പം ആ ആശ്രമത്തിലാണ് ജീവിച്ചിരുന്നത്. കരുവാരുകൊണ്ട് കൽക്കുണ്ടൊക്കെ അടുത്തുള്ള ആ ഒരു സ്ഥലം. അപ്പം അവിടെ ആശ്രമമായി. അരിമണലെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു ദേവാനന്ദച്ചൻ എന്ന് പറയുന്ന ഒരു ഭാരതീയ ധ്യാനശൈലി പ്രാക്ടീസ് ചെയ്ത ഒരു കപ്പുച്ചിൻ വൈദികൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നു. അവിടെ താമസിച്ചു. പിന്നീട് അത് തീരുന്നതിന് മുമ്പ് ചുമ്മാ എനിക്കൊരാഗ്രഹം, ചുറ്റിക്കറങ്ങി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനായിട്ട് പോകണം. ഞാൻ ഒരു സൈക്കിള് സംഘടിപ്പിച്ച്, ഒരു ചെറിയ മൈസെറ്റും സംഘടിപ്പിച്ച് കറങ്ങാൻ തുടങ്ങി. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈകുന്നേരം 4:30 ആകുമ്പോൾ ഒരു പ്രസംഗമൊക്കെ പറയും. നന്നായിട്ടുള്ള പ്രസംഗമായതുകൊണ്ട് കേൾക്കാൻ ഒരുപാട് പേര് വരും. അത് കഴിയുമ്പോൾ പറയും, യാത്രയുണ്ട്, ഒറ്റയ്ക്ക് നടക്കുന്നു, ചിലവൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സഹായിക്കാം. ഇപ്പം ചിലരൊക്കെ നോട്ടും ചില്ലറയൊക്കെ കൊണ്ടിടും. ഒറ്റ പ്രസംഗമുള്ളൂ, സർവമത മൈത്രി, മാനവ മൈത്രി, സ്നേഹ സന്ദേശം. ഇങ്ങനെ 5-6 ദിവസം പ്രസംഗിച്ച് നടന്നു. അവസാനം ഒരു കവലയിലെത്തി. ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു, കേരള കോളേജിലെ വിദ്യാർത്ഥിയാണോ അതോ വൈദിക വിദ്യാർത്ഥിയാണോ? കാരണം എന്നെ എവിടെയോ വെച്ച് പണ്ട് കണ്ടു പരിചയം. പിന്നെ കള്ളി വെളിച്ചത്താവും. അവിടുന്ന് പിന്നെ അത് നിർത്തിയിട്ട് തിരിച്ചു പോരുന്നു. അപ്പോൾ റീജൻസി കാലം അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് കോട്ടയം കാരിത്താസിലേക്ക് തിയോളജി പഠിക്കാനുള്ള ഒരു പോർച്ചയാണ്. തിയോളജിക്കൽ പഠനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു വരവ് പിന്നീട് ആരംഭിച്ചു. അത് 1990-93 കാലഘട്ടങ്ങളിലായിരുന്നു തിയോളജി പഠനത്തിൻ്റെ കാലം. അവസാനത്തെ 4 വർഷക്കാലം അവിടെ തിയോളജി പഠിക്കുന്നു. അതോടുകൂടി പിതാക്കന്മാർ, വൈദികർ, ആത്മായർ, ഇടവകൾ, കുടുംബങ്ങളുമായി ഒരു നല്ല ബന്ധമായി. ഒരു ധ്യാനപ്രസംഗൻ എന്ന രീതിയിലേക്ക് സാവധാനം തെളിഞ്ഞു വരാനുള്ള ഒരവസരം കോട്ടയത്ത് ലഭിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഓടി നടന്ന് പ്രസംഗിച്ച ഓരോ വർഷം സ്പെൻഡ് ചെയ്ത വെട്ടിമുകൾ ഒരു സെൻറ്റ് മേരീസ് പള്ളി, കല്ലറ സെൻറ്റ് തോമസ് പള്ളി, കുമരകം വള്ളാറപ്പള്ളി, ഇതൊക്കെ എൻ്റെ സ്ഥിര പ്രസംഗത്തിൻ്റെ വേദികളായിരുന്നു. ആ ഓരോ വർഷം വെച്ച് 4 വർഷങ്ങൾക്കിടയിൽ അവരുടെയൊക്കെ സൗഹൃദവും സ്നേഹവും ഒക്കെ ഇന്നും മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിലുള്ള പ്രബോധനം, മറ്റ് പരിശീലനങ്ങൾ, പിന്നെ ഓരോരോ രീതിയിലും ഒരു അച്ഛനായി എങ്ങനെയെല്ലാം ശോഭിക്കാവോ വളരാവോ അതിനുള്ള പ്രായോഗിക പരിശീലനങ്ങൾ മുഴുവൻ തിയോളഗേറ്റിൽ നിന്നാണ് ലഭിക്കുക. കപ്പുച്ചിൻ വിദ്യാഭവൻ അല്ലെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസ് തിയോളജിക്കൽ കോളേജ്, അതിനോട് ചേർന്നുള്ള കാരിത്താസ് ആശുപത്രി, അവിടെയുള്ളവരുമായുള്ള ബന്ധം, അമലഗിരി കോളേജ്, അതുമായുള്ള ബന്ധം, കോട്ടയം നഗരവുമായുള്ള ഒരു വലിയ ബന്ധം. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കറങ്ങിയിട്ടുള്ള 2 സ്ഥലങ്ങൾ തൃശ്ശൂർ ടൗണും കോട്ടയം നഗരവുമാണ്. അച്ഛനായി കഴിഞ്ഞാണ് പാലായും തിരുവനന്തപുരം എല്ലാം കടന്നു വരിക. നമുക്ക് പിന്നീട് കടന്നു വരാം. അപ്പം ഇങ്ങനെയുള്ള ഒരു കറക്കത്തിൻ്റെ ലോകത്തിൽ സന്തോഷത്തോടു കൂടി പഠനം പൂർത്തിയാകുന്നു. 1993 ഡിസംബർ 26 ഞാൻ ദിവംഗതനായ വട്ടക്കുഴി പിതാവിൽ നിന്നും പട്ടം മേടിക്കുന്നു, വലിയ തോവാള ക്രിസ്തുരാജ പള്ളിയിൽ. അപ്പോൾ അവിടെ ഒരു പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയും പുതിയ ഒരു ദിശയിലേക്കുള്ള അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നാമതൊരു കാലഘട്ടം സ്കൂൾ വിദ്യാഭ്യാസം, വീട്. സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. 3 രാഷ്ട്രീയ കാലഘട്ടം. 4 കപ്പുച്ചിൻ സഭയിൽ ചേരുന്ന കാലഘട്ടം. ആ കാലഘട്ടങ്ങളിലെ 13 വർഷങ്ങളിലെ പഠനങ്ങൾ, അതിൻ്റെ പരിശീലനം, അതിൻ്റെ പൂർത്തീകരണത്തിൽ അന്ന് ഏറ്റവും സ്വാധീനിച്ചത് ബഹുഭാഷാ പണ്ഡിതനായ ഒരു ഗുരുവിൻ്റെ കീഴിൽ ജീവിച്ചു, ഡോക്ടർ കെ ലൂക്ക്. ഒരുപാട് ഭാഷകൾ ശരിക്കും പഠിച്ച ഒരു ഭാഷാ പണ്ഡിതൻ. വളരെ വിനീതനായിട്ടിരിക്കും, മിനിമം കൊണ്ട് ജീവിക്കും. എന്നിട്ട് ഈ ഒരു രീതി ജീവിതത്തിൽ കഠിനാധ്വാനം, പഠനത്തിൻ്റെ മേഖലയുടെ ഒരു കഠിനാധ്വാനം അത് കാണിച്ച നാളായിരുന്നു ഡോക്ടർ കെ ലൂക്ക്. പട്ടം കഴിഞ്ഞ് ഒരു അടുത്ത കാലഘട്ടത്തിലേക്കുള്ള യാത്രയായി. പൗരത്വം കഴിഞ്ഞ് എന്നെ ആദ്യം അപ്പോയിൻ്റ് ചെയ്തത് ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻ ഫൊറോന പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ്.
കോട്ടയം അതിരൂപതയിലെ ഒരു പള്ളി, 1200ഓളം വീട്ടുകാരുള്ള ഒരു വലിയ ദേവാലയം, എല്ലാം കൊണ്ടും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയം. അവിടെ ഒരു ജോൺ ചേത്തിലിയച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഉഴവൂർ ജീവിതം ആരംഭിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഉഴവൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. കേട്ടിട്ടുണ്ട്. ഉഴവൂർ വിജയൻ ഒരു രാഷ്ട്രീയ നേതാവ്, EJ ലൂക്കോസ് സാറിനെ പോലുള്ള MLA-മാർ വലിയ ആൾ, പഴയ ചാഴികാടൻ സാറ്, ഒത്തിരി മഹത് വ്യക്തികൾക്ക് സംഭാവന നൽകിയ വെള്ളിയന്നൂർ, അരീക്കര, ഉഴവൂർ പ്രദേശങ്ങൾ. സമ്പത്തുള്ള ധാരാളം കുടുംബങ്ങളുണ്ട്. അമേരിക്കൻ പണവും പൗരത്വമുള്ള ഒത്തിരി കുടുംബങ്ങൾ. പക്ഷെ ആ കുടുംബങ്ങളെക്കാൾ നമ്മൾ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്, ആൾക്കാർ ശ്രദ്ധിക്കുന്നതും ഒരു പാവപ്പെട്ട കുടുംബമാണ്. സമ്പത്തും പ്രതാപമുള്ള കുടുംബങ്ങളെക്കാൾ ആൾക്കാർ ശ്രദ്ധിച്ചത് ഒരു പാവപ്പെട്ട കുടുംബം. തേങ്ങ ഇട്ട് പൊതിച്ചു കൊടുത്ത, തേങ്ങ പൊതിക്കുന്ന പണിയുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കുടുംബം. തുണി അലക്കി വെളുപ്പിച്ച് തേച്ച് കൊടുത്ത ഒരു അലക്കുകാരിയുടെ കുടുംബം. ആ തേങ്ങ ഇടുന്ന മനുഷ്യൻ്റെയും തുണി അലക്കുന്ന സ്ത്രീയുടെയും മകനായി ഒരു ബാലൻ ജനിച്ചു. അവൻ ശരിക്കും പഠിച്ചു വളർന്നു. ഇന്ത്യയുടെ 1ാമത്തെ പൗരനായി ഇന്ത്യയെ നയിച്ച KR നാരായണൻ എന്ന രാഷ്ട്രപതിയായി മാറി. ആ ജീവിതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. എത്ര വലിയ വീട്ടിൽ ജനിച്ചു എന്നതിൽ ഒരർത്ഥവുമില്ല. എത്ര പ്രതാപമുള്ള കുടുംബത്തിൽ, സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചു, അർത്ഥമില്ല. അർത്ഥം തരുന്നത് എങ്ങനെ ജീവിച്ചു എന്നതിലാണ്. കോളനിയിൽ കുടിലിൽ ഒരാൾ ജനിച്ചാലും ആൾ നന്നായിട്ട് ജീവിച്ചാൽ ആൾക്ക് ചരിത്രത്തെ മാറ്റാൻ പറ്റും. ഒരു വ്യക്തിയുടെ വിജയം ആ വ്യക്തി മൂലം, വ്യക്തിയുടെ പേരും വീട്ടുപേരും ജനിച്ച വീടും ലോകം അറിയണം. അതിന് ഒരാഴ്ചയേ ഉള്ളൂ. അപ്പം അങ്ങനെ അറിയിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ തിളക്കമുള്ള മനുഷ്യരായിട്ട് മാറുക. അപ്പം ഉഴവൂരിൽ ആ ഒരു കുടുംബം നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നു. ഉഴവൂരിൽ നിന്നുമുള്ള ഒരു പുതിയ പ്രയാണം ആരംഭിച്ചത് തലസ്ഥാന നഗരിയിലേക്കായിരുന്നു. സമ്പൂർണമായി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച തിരുവനന്തപുരം ജീവിതം. വർഷങ്ങളോളം പിന്നെ അവിടെ ജീവിക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് അന്നൊരു ഗ്രാമം, ഇന്നൊരു വലിയ സിറ്റി, മണ്ണന്തല. സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്രസ് അവിടെയാണുള്ളത്. മണ്ണന്തലയിൽ നിന്ന് അല്പം അങ്ങോട്ട് പോയാലാണ് ദൂരദർശൻ കേന്ദ്രം കൊടപ്പനക്കുന്ന്. അല്പം കൂടെ പോയാൽ ഊളംപാറ, മാനസികരോഗ ആശുപത്രി, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരത്തെ മണ്ണന്തല. അവിടെ ആശ്രമമാണ്. ആശ്രമം ദേവാലയമാണ്. റാണിഗിരി പള്ളി എന്നാണ് അറിയപ്പെടുക. അവിടെ ആ ആശ്രമത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടൊരു കൊച്ചച്ഛനായിട്ട് ചെല്ലുന്നു. ഞങ്ങൾ 2 വൈദികരാണ് അവിടെ താമസിക്കുക. അപ്പം അവിടെ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ വന്നുകൂടുന്ന സ്ഥലമാണ്. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമുള്ളവർ ജോലികളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നു. ചിലർ സ്ഥിര ഉറച്ചവർ, മറ്റു ചിലർ വന്നു പോകുന്നവർ. അപ്പം അങ്ങനെയുള്ള ഒന്നായിരുന്നു മണ്ണന്തല. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പള്ളിയായി, ആൾക്കാരായി. അന്ന് ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് 80ഓളം വീടുകൾ, എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. പിന്നെ വന്നവർ ആ ഭാഗത്തേക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഇന്ന് 400-നടുത്ത് 350-ലധികം വീടുകളുള്ള ഒരു ഇടവക സമൂഹമായിട്ട് ആ മണ്ണന്തല നിൽക്കുന്നു. അതിൻ്റെ ആ ദേശത്തിൻ്റെ വളർച്ചയിലും ഒരു വലിയ പങ്ക് പല രീതികളിൽ വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 2ാം ശനിയാഴ്ച കഴക്കൂട്ടം ഭാഗത്തു നിന്നും ഒരാൻറ്റി അവിടെ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പറഞ്ഞു, മെയ് മാസം 31-ാം തീയതി ഒരു പ്രത്യേക ഒരു കുർബാനയൊക്കെ വെക്കുന്നുണ്ട്. അച്ഛൻ വന്ന് ആ കുർബാന ചൊല്ലി പ്രസംഗവും പറയണം. അച്ഛന് സമയമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വികാരിയച്ഛനെ കൊണ്ട് വിളിപ്പിച്ചോളാം. ഞാൻ സമ്മതിച്ചു. അപ്പോൾ അവരെ ഒരു പ്രത്യേക മാതാവിൻ്റെ വണക്കത്തിൻ്റെ അവസാനം വെച്ച പ്രോഗ്രാമാണ്.
ഞാനവിടെ ചെന്നു, കുർബാനയിൽ പ്രസംഗിച്ചു, തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എനിക്കൊരു പൊതി തന്നു. ചെന്നതിന് സമ്മാനമായിട്ട് പൈസയൊന്നും തന്നില്ല, ഒരു പൊതി. അപ്പം ഞാൻ ആ പൊതി കൊണ്ടുവന്നു. ആശ്രമത്തിൽ വന്നപാടെ ആകാംക്ഷയോടെ പൊതി കഴിച്ചു. 5 അയല വെട്ടി മസാലപ്പൊടിയും വെട്ടി വെച്ചിരിക്കുക, പിന്നെ വറുത്താൽ മതി. ഒരു പ്രോഗ്രാമിന് കിട്ടിയ ഒരു പ്രതിഫലമായിരുന്നു ഈ അയല. അത് കറി വെച്ചു കൂട്ടി. പക്ഷെ പിന്നീട് ദൈവം തന്ന ഒരു ഉൾക്കാഴ്ച, 3 മാസം കഴിഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നത് യൂറോപ്പിലെ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വീനയിൽ നിന്നായിരുന്നു. അതിനകത്ത് ഒരു മനുഷ്യൻ എഴുതി, അച്ഛൻ പറഞ്ഞ ആ ചെറിയ പ്രസംഗവും അർപ്പിച്ച കുർബാനയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വികാരിയച്ഛനോട് പറഞ്ഞ് വിയന്നയിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ ക്രമീകരിച്ചാൽ അച്ഛൻ വരാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞാൽ മതി, വരാൻ തയ്യാറാ. ഇന്ത്യ വിട്ട് ആദ്യമായിട്ട് ഒരു രാജ്യത്തേക്ക് പോയത് 1999 ഡിസംബറിൽ വിയന്നയിലാണ്. 5 കഷ്ണം അയലയിൽ ആരംഭിച്ച ഒരു ജീവിതം ഇന്ന് ഇത്രയും എത്തി നിൽക്കാൻ കാരണം ആ മീൻകാരിത്തള്ളയുടെ അയലയിൽ ആരംഭിച്ച ഒരു ജീവിതം. ഇപ്പോൾ 2 ശനിയാഴ്ചകളിൽ ഇങ്ങനെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ആൾക്കാർ വരുന്നു, സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. ഇപ്പം അങ്ങനെ പങ്കെടുത്ത് നല്ല സമ്പത്തുള്ളവരുണ്ട്, ദരിദ്രരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇഷ്ടംപോലെ എന്ത് ചെയ്യാൻ മനസ്സുള്ളവരുമുണ്ട്. ഞാൻ ആൾക്കാരോട് പറഞ്ഞ് പലരുടെയും സംഭാവന സ്വീകരിച്ച് 8 പെൺകുട്ടികളെ ഈ മണ്ണന്തലപ്പള്ളി വെച്ച് കെട്ടിച്ചു വിട്ടു. 5 പവൻ സ്വർണവും കല്യാണ ചിലവ് നിർത്തലരായവരെ. അന്നത്തെ കാലത്ത് മനുഷ്യരുടെ ഔദാര്യം ക്രമീകരിക്കാൻ ഒരാൾ നടന്നു നിന്നാൽ മതി. അങ്ങനെ വന്നപ്പോൾ ഒരാഗ്രഹം, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യണം. അപ്പോൾ മുക്കൂട്ടത്തറ ബേസായിട്ടുള്ള ഒരു സിസ്റ്റേഴ്സുണ്ട്, അസീസി സിസ്റ്റേഴ്സ്. അവരുടെ ഒരു എലിസബത്ത് അമ്മ, പിന്നെ കൂടെയുള്ളവർ, അവർക്കും താല്പര്യമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ നിയമപരമായ ചില തടസ്സങ്ങളിൽ അത് നടക്കാതെ വരുമ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നു, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഒരു അങ്കിൾ ഞങ്ങൾക്ക് ശ്രീകാര്യം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും കൂടെ തന്നു. അതിൽ അന്തേവാസിയായിട്ട് അദ്ദേഹം ജീവിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യങ്കിൾ തന്ന ആ സ്ഥലത്ത് ഞങ്ങൾ ആരംഭിച്ചു അസീസി നികേതൻ. അനേകർ, ആരോഗ്യമില്ലാത്തവർ, ആശുപത്രിയിൽ നിന്ന് പോയിട്ട് ഉപേക്ഷിക്കപ്പെട്ടവർ, നിർത്തനരെ താമസിപ്പിക്കുന്ന അസീസി നികേതൻ. ഞാൻ പള്ളികളിൽ ചെന്ന ആൾക്കാരോട് പറയും, അവരെന്തെങ്കിലും തരും, അത് കിഴി പോലെ കെട്ടിക്കൊണ്ടുവന്ന് സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കും, അവരെണ്ണി നോക്കും. ഞങ്ങളുടെ ആരംഭം അങ്ങനെയായിരുന്നു. പിന്നീട് കഴക്കൂട്ടത്തും ഒക്കെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരത്തുള്ളവർ, അവർ എല്ലാവരും ബർത്ത്ഡേ, വിവാഹവാർഷികത്തിലൊക്കെ ഈ സ്ഥാപനത്തെ സഹായിച്ചു തുടങ്ങി. അങ്ങനെ പടിപടിയായി അത് വളർന്ന് ഇന്ന് കഴക്കൂട്ടത്ത്, തിരുവനന്തപുരത്ത് അതൊരു തിലകക്കുറിയായിട്ട് നിൽക്കുന്നു. സിസ്റ്റർമാർ ഇന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു. ഞാൻ അവിടുന്ന് മാറിപ്പോരുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പിന്നീട് പല പല കാര്യങ്ങൾക്കും തുടങ്ങാൻ ഇത് ഒരു വലിയ പ്രേരണയായി മാറി എൻ്റെ ജീവിതത്തിൽ. ഞാൻ പ്രൊവിൻഷ്യാളായിട്ട് സഭയിൽ ഇരുന്ന കാലത്തും ചില ധർമ്മസ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ ഇടയായതിൻ്റെ കാരണം ഈ ശ്രീകാര്യത കിട്ടിയ ആദ്യത്തെ പ്രചോദനമാണ്, പ്രേരണയാണ്. 2 ശനിയാഴ്ചയിൽ ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉണ്ടായൊരു അനുഭവം കൂടി എൻ്റെ മനസ്സിൽ രസകരമായിട്ട് കിടപ്പുണ്ട്. വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വരുന്ന ഒരമ്മച്ചി 2 ശനിയാഴ്ച 3:30 എല്ലാവരും പോയി കഴിഞ്ഞ് ദുഃഖത്തോടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ദുഃഖം? എൻ്റെ അച്ഛ, ഭർത്താവ് ഗൾഫിലാണ്, റെവറി ക്രൂരനാ, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നു, 85 ഇന്ത്യൻ രൂപ ശമ്പള ഇനത്തിൽ ഇനിയും കൊടുത്തു തീർക്കാനുമുണ്ട്. അച്ഛൻ ആശ്രമത്തിൽ ഇതുപോലെ ഒരു പ്രാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞപ്പം കെട്ടിയോൻ പറയടി, അച്ഛനോട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിപ്പിച്ച് അറബി മനസ്സ് മാറി പാസ്പോർട്ടും 85,000 തരുവാണെങ്കിൽ അതിൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്തേരെ. എൻ്റെ അച്ഛ, കിട്ടിയാൽ അച്ഛനും കിട്ടും 10-1, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥിക്കാം. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഈ പ്രാർത്ഥനാ വിഷയം ഞാൻ മറന്നുപോയി. പിറ്റേ 2 ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് ഈ സ്ത്രീ ചെറിയ ദുഃഖത്തോടെ പള്ളിമുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ ഇരിക്കുന്നു. ഞാൻ സാവധാനം അടുത്ത് ചെന്നു. എനിക്കൊരു ചമ്മലെ പമ്മലെ ജാളിത.
പ്രാർത്ഥന മൊത്തം മറന്ന അച്ഛന 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, ആൻറ്റി അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛ മാറ്റമുണ്ടോയെന്ന്. അറബി രൂപ മുഴുവൻ കഴിഞ്ഞ മാസം തീർത്തു കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. രാവിലെ കെട്ടിയവൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം കിട്ടുക, കൊടുത്തേക്കണ പടി 10 8500 ഉണ്ടച്ച. വീർത്ത മടിയിൽ പ്ലാസ്റ്റിക് കടലാസി ചുരുട്ടി വെച്ച 100-ൻ്റെ 85 നോട്ട് നീട്ടി നിവർത്തി തന്നു. മത്തിയുടെ ഉളുമ്പും ആലയുടെ മണമുള്ള 85 നോട്ട്. ഇത് തിരുവനന്തപുരത്ത് മണ്ണന്തല റാണിഗിരി ആശ്രമത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷയുമായി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവമാണ്. അവിടുന്ന് തുടങ്ങുന്നു ജീവിതത്തിൻ്റെ മറ്റൊരു ലോകം. തിരുവനന്തപുരം ലോ കോളേജും ലോ അക്കാഡമിയായിട്ടുള്ള എൻ്റെ ബന്ധങ്ങളും അതിൻ്റെ ചിന്തകളും തുടർന്ന് നമുക്ക് പങ്കുവെക്കാം. അവിടെ ലോ പഠിക്കുന്നു, ഒരുപാട് സുഹൃത്തുക്കൾ. എൻ്റെ തൊട്ട് അടുത്ത ബാച്ചായിട്ട് AK ആൻ്റണി സാറിൻ്റെ ഭാര്യ എലിസബത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. TK രാമകൃഷ്ണൻ എന്നുള്ള മുൻ രാഷ്ട്രീയ നേതാവ് ഗംഗ. വ്യക്തിപരമായ അടുപ്പമില്ലെങ്കിൽ ഇവരെല്ലാം ആ ഒരു സമകാലീനരായിട്ട് അവിടെ പഠിച്ചു പോകുന്ന ഒരു കാലങ്ങളായിരുന്നു. അപ്പം ഞാൻ സയന കോളേജായിരുന്നു. അപ്പോൾ ഫിലോസഫിക്ക് റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലോ അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടി. ലോ കോളേജ് ബട്ടൺ ഹില്ല് ലോ കോളേജിൽ പോകാൻ വേണ്ടിയായിരുന്നു എൻ്റെ ആദ്യത്തെ ശ്രമം. പക്ഷേ ആ ദിവസങ്ങളിൽ അവിടെ ഒരു